വരികളിൽ വിരിയുന്ന ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ അല്ലേ? 28 സംസ്ഥാനങ്ങൾ അറിയത്തില്ലേ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ? പക്ഷെ പെട്ടെന്ന് 28 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എന്താ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനം ചോദിച്ചാലോ പെട്ടെന്ന് കൺഫ്യൂഷൻ വരത്തില്ലേ? ഇനി ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ സവിശേഷത ചോദിച്ചാലോ വീണ്ടും കൺഫ്യൂഷനായി അല്ലേ? അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് വരികളിൽ വിരിയുന്ന ഭാരതം എന്ന പേരിൽ ഒരു ഗാനം ഇറക്കിയിട്ടുള്ളത്. തെക്കു തെക്കൊരു നാടുണ്ടേ അതിൻ പേര് നിങ്ങൾക്കറിയാമോ? പഠിക്കേ. തെക്കു തെക്കൊരു നാടുണ്ടേ അതിൻ പേര് നിങ്ങൾക്കറിയാമോ? കേരളം എന്നൊരു സംസ്ഥാനം അത് കേരം തിങ്ങും നാടല്ലേ. കേരളം എന്നൊരു സംസ്ഥാനം അത് കേരം തിങ്ങും നാടാണേ. കേരം തിങ്ങും നാടാണേ. കേരം തിങ്ങും നാടാണേ. തെക്കേ അറ്റം മുതൽ വടക്കോട്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഒറ്റ വരിയിൽ വിശേഷണം, ശേഷം തലസ്ഥാനം. ഈണമുള്ള ഈരടികളാൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുകയാണ് ഇവിടെ. നാമത്തിൽ നഗരമുള്ളൊരു നാടേത്? ഗോവ എന്നൊരു സംസ്ഥാനം അത് തലസ്ഥാനം പരാജയം. 4 വർഷം മുൻപാണ് പാട്ട് എഴുതിയത്. വരികളിലെ പൊതുവിജ്ഞാനം പിന്നീട് ഈണമിട്ട് താളത്തിൽ പാടി റെക്കോർഡ് ചെയ്തു. മദ്രാസ് എന്നൊരു നാമത്തിൽ അറിയപ്പെടുന്നൊരു നാടേത്? തമിഴ്നാട് എന്നൊരു സംസ്ഥാനം അത് തലസ്ഥാനം ചെന്നൈയും. തലസ്ഥാനം ചെന്നൈയും. പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് പാട്ട് പാടി പഠിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെ മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഈ 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു പാട്ട് നമ്മുടെ സ്കൂൾ തലത്തിൽ, UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരൊരു 4-5 തവണ കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം അവരുടെ മനസ്സിൽ തെളിയും. പഠനോത്സവത്തിലൂടെയും അധ്യാപക പരിശീലന പരിപാടികളിലൂടെയും പാട്ട് നാട്ടതിർത്തികൾ കടന്നിട്ടുണ്ട്. കേട്ട് നോക്കിയപ്പോൾ പൊതുവെ പഠിക്കാനും എളുപ്പമാണ്, നമുക്കൊരു രസമാണ്, പാട്ട് പാടാൻ എളുപ്പമാണ്. പിന്നെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ പഠിച്ചു, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പാർവതി ജഗീഷാണ് ആലാപനം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി അധ്യാപകർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പഠിക്കാൻ എളുപ്പ വഴികൾ, സൂത്രവാക്യങ്ങളൊക്കെ ഇങ്ങനെ അധ്യാപകർ തന്നെ കണ്ടെത്തുന്നതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കൊപ്പം CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, അങ്ങനെ പാട്ട് എഴുതി കുട്ടികളുടെ മനസ്സിലേക്ക് തറവാക്കാൻ ശ്രമിക്കുകയാണ് അധ്യാപകൻ അല്ലേ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്നൊരു ചോദ്യം പെട്ടെന്ന് വന്നാൽ അല്പം ആലോചിക്കാതെ കൃത്യമായ ഉത്തരം പറയുക പലർക്കും സാധ്യമാകാനിടയില്ല. അത്തരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ പൊതുവിജ്ഞാനം ഉൾക്കൊള്ളുന്നതാണ് ഈ പാട്ട്. പഠിക്കുക എന്നുള്ള ഒരു തോന്നൽ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കാൻ കഴിയുന്നു പാട്ടിലൂടെ എന്നത് തന്നെയാണ് പ്രത്യേകത. ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒക്കെ തന്നെ ഉപരിയായി വേഗത്തിൽ പാട്ടിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെയും അതോടൊപ്പം തന്നെ പാഠഭാഗങ്ങൾ കൂടുതൽ രസകരമായ രീതിയിൽ അവതരിപ്പിക്കാനും അത് കുട്ടികൾക്ക് ഉൾക്കൊള്ളാനും കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 4 വർഷം മുൻപ് രചിച്ചു, സമീപകാലത്ത് അത് സംഗീതം നൽകി പാട്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെ അവതരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും പാഠി പഠിക്കുക, വരച്ചു പഠിക്കുക, ഇതൊക്കെ നമ്മളെ ഒരുപാട് ഓർമ്മയിൽ നിൽക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു മാഷ് ഈ ഒരു പാട്ട് രൂപത്തിൽ ഈ ഒരു സംസ്ഥാനങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കുട്ടികളിലേക്ക് പകർന്നു നൽകിയത്.